ആദാബ് ബച്ചോ. ഇന്നത്തെ വീഡിയോയിൽ പാർക്കരെ എന്ന പാഠഭാഗത്തിലെ താലീമി സർഗർമിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. आज हम हमारे मॉड्यूल पार्करे के तालीमी सरगर्मियाँ देखते हैं. देखिए बच्चे, पहला सवाल, बच्चों कहानी पार करें और से पढ़े और सवालों के जवाब लिखे. क्या है इस सवाल का मानी? इसमें क्या कहा है? हाँ, नीचे चंद सवालें दिया है. इसकी जवाब, इस सवालों के जवाब हम हमारे कहानी से ढूंढ कर लिखना है. താഴെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ പാർക്കരെ എന്ന കഥ അല്ലേ, ആ പാഠഭാഗം വായിച്ചിട്ട് അതിൽ നിന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതണം എന്നാണ് പറഞ്ഞത്. നോക്കൂ, പഹ്ലാ സവാൽ, ഇസ് കഹാനി കാ കിർദാർ നന്നു കോൻ താ. എന്താണ് ഇസ് കഹാനി കാ കിർദാർ അല്ലേ? ഈ കഥയിലെ കഥാപാത്രമായ നന്നു ആരായിരുന്നു എന്ന്. ആരായിരുന്നു ഈ കഥയിലെ കഥാപാത്രമായ നന്നു? നമ്മുടെ കഥയുടെ അവസാനം കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, ആരായിരുന്നു എന്നുള്ളത്. നോക്കൂ, നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇതാ ഇവിടെയുണ്ട്, നോക്കൂ. വോ ഹിന്ദുസ്ഥാൻ കെ വസീറെ ആസം ലാൽ ബഹാദുർ ശാസ്ത്രി തേ. എന്താ അതിൽ പറഞ്ഞത്? അദ്ദേഹം ഇന്ത്യയിലെ വസീറെ ആസം, പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹാദുർ ശാസ്ത്രിയായിരുന്നു. അദ്ദേഹമായിരുന്നു ഈ കഥയിലെ കഥാപാത്രമായ നന്നു. അപ്പം നമുക്ക് ഉത്തരം മനസ്സിലായില്ലേ? അപ്പം എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുക? നമുക്കറിയാം, ഇതിലെ ചോദ്യപദം കോനാണ്, അത് നമ്മൾ മാറ്റുന്നു. എന്നിട്ട് എഴുതാം, ഇസ് കഹാനി കാ കിർദാർ നന്നു ഹിന്ദുസ്ഥാൻ കെ വസീറെ ആസം ലാൽ ബഹാദുർ ശാസ്ത്രി തേ, അല്ലെങ്കിൽ ശാസ്ത്രി ടാ ട്ടോ. അപ്പം ഇതാണ് അതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് രണ്ടാമത്തെ സവാൽ നോക്കാം. അതെ, ഞാൻ ഈ സവാലിൻ്റെ ഉത്തരം പെട്ടെന്ന് പറഞ്ഞത് ഞാൻ ആ കഥ നന്നായി മനസ്സിലാക്കി വായിച്ചതുകൊണ്ടാണ്. നിങ്ങളെല്ലാവരും അതുപോലെ നല്ല ശ്രദ്ധിച്ച് ഈ കഥ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഉത്തരം കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ? അതെ, കഥ നന്നായി വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ ആശയമൊക്കെ മനസ്സിലാക്കി വെക്കണം. എങ്കിലാണ് ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉത്തരം നൽകാൻ കഴിയുകയുള്ളൂ. ഇനി നോക്കൂ, അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. എന്താ അതിൻ്റെ ലക്ഷ്യം? ഈ കഥ നിങ്ങൾ എത്രത്തോളം ആശയം ഗ്രഹിച്ചാണ് വായിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് നമുക്ക് ഒരു കഥ കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ നൽകുന്നത്. ഈ 1-2 ചോദ്യങ്ങളല്ല കേട്ടോ, ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഈ കഥയിൽ നിന്ന് ചോദിക്കാൻ കഴിയും. അപ്പോൾ ഈ കഥയിലെ ചോദ്യങ്ങൾ തരുന്നത് നിങ്ങൾ ആ കഥ നന്നായി വായിച്ച് അതിൻ്റെ ആശയം ഗ്രഹിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സവാൽ നോക്കൂ. നന്നു സ്കൂൾ ജാനെ കെ ലിയെ ഹർ ദിൻ ക്യോ തേർക്കർ നദി പാർ കർത്താ താ. എന്താ പറയുന്നത്? നന്നു സ്കൂളിലേക്ക് പോകാനായിട്ട് എല്ലാ ദിവസവും എന്തുകൊണ്ടാണ് നീന്തി നദി കടന്നിരുന്നത്? എന്തുകൊണ്ടായിരുന്നു? ക്യോങ്കി ഉസ്കെ പാസ് കഷ്ടി വാലെ കോ ദേനെ കെ ലിയെ പൈസ നഹി താ. അല്ലേ? എന്തായിരുന്നു? നമ്മൾ വെറുതെ വഞ്ചിയിൽ യാത്ര ചെയ്യാൻ പറ്റില്ല അല്ലേ? അതിൽ പൈസ കൊടുക്കണം. ആ പൈസ ആർക്കുണ്ടായിരുന്നില്ല? നമ്മുടെ നന്നുവിന് ഉണ്ടായിരുന്നില്ല. ഈ ഉത്തരം വരുന്നത് നമ്മുടെ പാഠഭാഗത്ത് എവിടെയാണെന്ന് നോക്കാം. നോക്കൂ, എവിടെയാണ്? നിങ്ങൾക്ക് നന്നായി കഥ വായിച്ചവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവും. ദാ ഇവിടെ നോക്കൂ. നദി പാർ കർനെ കെ ലിയെ കഷ്ടി തീ ലേക്കിൻ കഷ്ടി വാലെ കോ ദേനെ കെ ലിയെ നന്നു കെ പാസ് ഏക് പൈസ ബി നെഹി ഹോത്താ താ. കണ്ടോ? ഇതിൽ പറയുന്നുണ്ട്, നദി കടക്കാനായിട്ട് കഷ്ടിയൊക്കെ ഉണ്ട്,
പക്ഷേ കഷ്ടിക്കാരന് കൊടുക്കാനായിട്ട് അവരുടെ കയ്യിൽ ഒരു പൈസ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് എഴുതുക? നമുക്ക് നോക്കാം. ഇങ്ങനെ എഴുതാം അല്ലേ? ക്യോം വെച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യോം വെച്ച് തുടങ്ങുന്ന അതിൻ്റെ ഉത്തരങ്ങൾ എപ്പോഴും ക്യോം കെ എന്ന് വെച്ച് തുടങ്ങാം. ഇങ്ങനെ അല്ലെങ്കിൽ തുടങ്ങാം. നന്നു സ്കൂൾ ജാനെ കെ ലിയെ ഹർ ദിൻ തേർക്കർ നദി പാർ കർത്താ താ ക്യോം കെ. അങ്ങനെ എഴുതാം. മനസ്സിലായോ? അപ്പോൾ ഞാൻ ക്യോം കെ മുതലാണ് എഴുതുന്നത്. ക്യോം കെ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നാൽ എന്താ, കഷ്ടി വാലേക്കോ देने के लिए नन्नू के पास പൈസ नहीं था. അതുകൊണ്ടാണ് നമ്മുടെ നന്നു എന്ത് ചെയ്യുന്നത്? ദിവസവും നദി നീന്തി കടന്നുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ പാഠഭാഗം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇനി രണ്ടാമത്തെ സർഗർമി നോക്കൂ. ബച്ചോ ഖാനോं में दिए गए अल्फाज पढ़े और उनकी मदद से जुमले लिखे. എന്താ പറഞ്ഞത്? താഴെ കുറച്ച് കോളം തന്നിട്ടുണ്ട് അല്ലേ? കുറച്ച് കോളങ്ങൾ തന്നിട്ടുണ്ട്. ആ കോളത്തിലെല്ലാം കുറച്ച് വാക്കുകൾ നൽകിയിട്ടുണ്ട്. അവ വായിച്ചിട്ട് അവയുടെ സഹായത്താൽ ജുംല എഴുതണം, വാചകം എഴുതണം. നോക്കൂ, ആദ്യത്തെ കോളത്തിൽ മേ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്താ ഈ മേ? അതെ, ഞാൻ എന്നാണ് അർത്ഥം അല്ലേ? ഇനിയിപ്പോൾ അഥവാ ഈ മേ രണ്ടാമതായിട്ടാണ് വരുന്നതെങ്കിൽ, ഒരു സ്കൂൾ മേ എന്നാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ എന്നുള്ള അർത്ഥം വരും. ഗർ മേ എന്നാണെങ്കിൽ വീട്ടിൽ എന്നാണ് അർത്ഥം. പക്ഷേ ഈ മേ തുടക്കത്തിൽ വരുമ്പോൾ ഞാൻ എന്നുള്ള അർത്ഥമാണ്. നോക്കൂ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മേ നദി പാർ കരൂ. മേ നദി പാർ കരൂ, ഞാൻ നദി മുറിച്ചു കിടക്കും. നമ്മൾ നന്നുവിൻ്റെ പാഠത്തിലും ഇതുപോലെ ഒരു സെൻറ്റൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? മേ കൈസേ നദി പാർ കരൂ അല്ലേ? അതേപോലെ നോക്കൂ. ഇനി രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് കഹാനി. കഹാനി എന്താ? കഥയാണ്. കിതാബ് അറിയാം, ബുക്ക്. ഖാന ഭക്ഷണം, പാനി വെള്ളം, ഗർ വീട്, സ്കൂൾ തന്നെ, നദി നദി. ഇനി ഇവിടെയോ ജാവും പോകും, പിയും കുടിക്കും, പഠുവും വായിക്കും, കാവും കഴിക്കും, ലിക്കും എഴുതും, പാർഖരും മുറിച്ചു കിടക്കും, പഹുഞ്ചും എത്തും എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? മനസ്സിലായല്ലോ? മാച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. മാച്ച് ചെയ്തിട്ട് ശരിയായ സെൻറ്റൻസ് താഴെ എഴുതണം. നോക്കൂ, ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ? മേ നദി പാർക്കരു, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ മേ കഹാനി എങ്ങനെയാണ് വരിക? കഹാനി എന്തെഴുതാം? കഹാനി പഠും അല്ലേ? കഥ വായിക്കും എന്നെഴുതാം. ഇനിയിപ്പോൾ കിതാബ് ലിഖും എന്നെഴുതാം, പുസ്തകം എഴുതും. അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതാം, മേ കിതാബ് പഠും കഹാനി ലിഖും എന്നും എഴുതാൻ പറ്റും കേട്ടോ. അങ്ങനെയും എഴുതാം. രണ്ടെഴുതിയാലും ശരിയാണ് അല്ലേ? നമ്മൾ കഥ വായിക്കുകയും ചെയ്യും, എഴുതുകയും ചെയ്യില്ലേ? അതുപോലെ പുസ്തകം എഴുതുകയും ചെയ്യും, അതുപോലെ തന്നെ വായിക്കുകയും ചെയ്യും. അപ്പോൾ രണ്ടെഴുതിയാലും കുഴപ്പമില്ല. ഇനി ഖാന ആണെങ്കിലോ, ഖാന കാവും, പാനി ആണെങ്കിൽ പിയും, അതുപോലെ തന്നെ ഗർ ജാവും എന്നെഴുതാം അല്ലേ? ഗർ ജാവും എന്നെഴുതാം. അല്ലെങ്കിൽ ഗർ പഹുഞ്ചും എന്നെഴുതാം. ഗർ ജാവും, സ്കൂൾ പഹുഞ്ചും അല്ലേ? പിന്നെ നമ്മളിവിടെ സെൻറ്റൻസ് എഴുതണം. നോക്കൂ, മേ കഹാനി പഠു എഴുതാം. ഇനി മേ ഖാന കാവും അല്ലേ? മേ ഖാന കാവും എഴുതാം. ഇനി ബാക്കിയുള്ള സെൻറ്റൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാനാവുമല്ലോ. അപ്പോൾ ചെയ്തു നോക്കുക. ഇനി അടുത്ത സർഗർമി ബച്ചോ തസ്വീർ പഹ്ചാനെ ഓർ പഠേ. എന്താണ്? ചിത്രം തിരിച്ചറിയുക എന്നിട്ട് വായിക്കാം. ചിത്രം തിരിച്ചറിയാം, വായിക്കാം എന്നാണ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ഇതാരാണ്? ഇതാണ് നമ്മുടെ ലാൽ ബഹാദൂർ ശാസ്ത്രി. നമ്മളിപ്പോൾ പഠിച്ച ഈ കഥയിലെ എന്താ പറയുക, കഥാപാത്രം അല്ലേ? ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ കുട്ടിക്കാലമായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ ലാൽ ബഹാദൂർ ശാസ്ത്രിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാൽ ബഹാദൂർ ശാസ്ത്രിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1904 അദ്ദേഹം ജനിക്കുന്നത്. 1906
1966 അതുപോലെ തന്നെ അന്തരിക്കുന്നത്. അപ്പോൾ ലാൽ ബഹാദൂർ ശാസ്ത്രി ഇന്ത്യയുടെ രണ്ടാമത്തെ സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. രണ്ടാമത്തെ വസീറെ അസം ആയിരുന്നു ലാൽ ബഹാദൂർ ശാസ്ത്രി. ഇദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ ഹോം മിനിസ്റ്റർ അഥവാ ആഭ്യന്തരമന്ത്രി എന്ന് പറയില്ലേ, ആഭ്യന്തരമന്ത്രിയായിട്ടുമൊക്കെ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ ഗ്രീൻ റെവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം, അതുപോലെ തന്നെ വൈറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത് പാലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് വായിച്ചു നോക്കാം. യേ ലാൽ ബഹാദൂർ ശാസ്ത്രി ഹേ. എന്താ അതിൻ്റെ അർത്ഥം? ഇത് ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. യേ ഹിന്ദുസ്ഥാൻ കെ വസീറെ ആസം തേ. ഇദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ഈ ഹിന്ദുസ്ഥാൻ കേക്ക് മുജാഹിദെ ആസാദി ബി തേ. പിന്നെയോ ഇദ്ദേഹം ഇന്ത്യയുടെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും ആയിരുന്നു. ജയ് ജവാൻ ജയ് കിസാൻ ഉൻഹി കാൻ ഉരാഹിം. ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യമാണ്. ഇദ്ദേഹം 1964 മുതൽ 66 വരെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് സ്ഥാനം വഹിച്ചിട്ടുള്ളത്. അദ്ദേഹം 66-ൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് അന്തരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രഥമമായിട്ടും ഇദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള നോരിയാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി നോക്കൂ, താഴെയും കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആ ചിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ എഴുതണം. അപ്പോൾ ആരുടെ ചിത്രമാണെന്ന് നോക്കാം അല്ലേ? അപ്പം നമുക്ക് ചോദ്യം ഒന്ന് വായിച്ച് നോക്കാം. नीचे की तस्वीर और से देखे और ഇഷാറോം കി മദദ് സെ നോട്ട് തയ്യാർ കരെ. എന്താ പറഞ്ഞിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്ന ചിത്രം ശ്രദ്ധിച്ചു നോക്കുക, എന്നിട്ട് താഴെ തന്നിരിക്കുന്ന ഇഷാറകളുടെ സഹായത്താൽ നോട്ട് തയ്യാറാക്കുക. അപ്പോൾ ഈ ചിത്രം നോക്കൂ, ഇതാരാ? ഇതാരാണ് അറിയുന്നില്ലേ? എന്നാൽ ഞാനൊരു സൂചന നൽകാം. ഇന്ത്യയുടെ വാനമ്പാടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആരാ? സരോജിനി നായിഡു അല്ലേ? ഇന്ത്യയുടെ വാനമ്പാടി എന്ന് പറയുന്നത് നമ്മുടെ സരോജിനി നായിഡു ആണ്. അവരുടെ ചിത്രമാണ് ഇത്. അപ്പോൾ നോക്കൂ, സരോജിനി നായിഡു, ബുൽബുലെ ഹിന്ദ്, മുജാഹിദെ ആസാദി, അസീം ഷായറ. ഇത്രയുമാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് അല്ലെങ്കിൽ ഹിൻഡുകൾ. നോക്കൂ, സരോജിനി നായിഡു എന്ന് പറഞ്ഞാൽ അവരുടെ പേര് അല്ലേ? ബുൽബുലെ ഹിന്ദ് ഇന്ത്യയുടെ വാനമ്പാടി, മുജാഹിദെ ആസാദി സ്വാതന്ത്ര്യ സമര സേനാനി, അസീം ഷായറ പ്രശസ്ത കവയിത്രി. അപ്പോൾ ഇത്രയുമാണ് തന്നിരിക്കുന്നത്. ഇനി ഇത് വെച്ച് നമ്മൾ നോട്ട് തയ്യാറാക്കണം. അതിനുള്ള സ്ഥലമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിനു മുന്നേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ സരോജിനി നായിഡു ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ ലാൽ ബഹാദൂർ ശാസ്ത്രി നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു അല്ലേ? രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ ഒരു വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു. അതുമാത്രമല്ല, ആഭ്യന്തരമന്ത്രിയായിട്ടും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? അപ്പോൾ സരോജിനി നായിഡുവിനെ കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം? സരോജിനി നായിഡുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാം. ഇവർ ജനിക്കുന്നത് 1879 ഫെബ്രുവരി 13-നാണ്. അതുപോലെ തന്നെ ഇവർ അന്തരിക്കുന്നത് 1949-ലാണ്. പിന്നെ ഇവരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ വാനമ്പാടി എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രശസ്ത കവയിത്രിയാണ്. ഒപ്പം തന്നെ ഒരു മുജാഹിദെ ആസാദി അഥവാ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. നമ്മുടെ ഗാന്ധിജിയുടെ കൂടെ ഉപ്പ് സത്യാഗ്രഹത്തിനായി ദണ്ഡി യാത്രയിലൊക്കെ ആര് പങ്കെടുത്തിട്ടുണ്ട്? നമ്മുടെ സരോജിനി നായിഡു പങ്കാളിയായിട്ടുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ എന്ന പദവി അല്ലെങ്കിൽ ആ സ്ഥാനം ഇവർക്ക് സ്വന്തമാണ്. ഇവരെവിടത്തെ ഗവർണറായിരുന്നു എന്നറിയാമോ?
ഇന്ന് നമ്മൾ ഉത്തർപ്രദേശ് എന്ന് പറയുന്നില്ലേ, അത് പണ്ട് യുണൈറ്റഡ് പ്രൊവിൻസസ് എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഗവർണറായിരുന്നു നമ്മുടെ സരോജിനി നായിഡു. പിന്നെ അതുമാത്രമല്ല, ഇന്ത്യയിൽ ദേശീയ വനിതാ ദിനമായിട്ട് ഇവരുടെ ജന്മദിനമായ ഫെബ്രുവരി 13 നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അഡീഷണലായിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് നോട്ട് തയ്യാറാക്കുമ്പോൾ ഇത് വെച്ച് തയ്യാറാക്കാം, പക്ഷേ ഈ കാര്യങ്ങളും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമുക്കൊന്ന് നോട്ട് തയ്യാറാക്കി നോക്കിയാലോ. ഇനി നമുക്ക് നോട്ട് തയ്യാറാക്കി നോക്കാം. ഓക്കെ, നോക്കൂ. ഇതിൽ യേ ലാൽ ബഹാദൂർ ശാസ്ത്രി ഹേ എന്നാണ് അല്ലേ ആദ്യത്തെ സെൻറ്റൻസ് കൊടുത്തത്, അഥവാ ഇത് ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് സരോജിനി നായിഡു ആണെന്ന് നമ്മൾ എങ്ങനെയായിരിക്കും പറയുക? അതെ, ഈ ലാൽ ബഹാദൂർ ശാസ്ത്രി എന്നുള്ള ഈ വാക്ക് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അതിന് പകരം സരോജിനി നായിഡു എന്നാക്കിയിട്ട് ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ നോക്കൂ, യേ സരോജിനി നായിഡു ഹേ അല്ലേ, ഈ സരോജിനി നായിഡു ഹേ ആയില്ലേ. ഇനി അടുത്ത് നോക്കൂ, രണ്ടാമത്തത് ഈ ഹിന്ദുസ്ഥാൻ കെ വസീറെ ആസം തേ എന്നാണ് കൊടുത്തത് അല്ലേ. അപ്പോൾ നമ്മുടെ സരോജിനി നായിഡു ഒരു അസീം ഷായിറയായിരുന്നു, പ്രശസ്ത ഷായിറ കവയിത്രിയായിരുന്നു. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം എഴുതാം. നമുക്ക് എഴുതാം ഏ ഹിന്ദുസ്ഥാൻ കെ അസീം ഷായിറാത്തെ. ഇവിടുത്തെ വസീറെ ആസം അല്ലേ, ഇത് ഇവർക്ക് മാത്രം എന്താ പറയുക, അവർക്ക് മാത്രം ഉള്ള പദവിയാണ് അല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഇദ്ദേഹം എന്നുള്ളത്. അതേപോലെ നമ്മുടെ സരോജിനി നായിഡുവിന് മാത്രം അവകാശപ്പെട്ട ഒരു പദവിയാണ് അല്ലേ ഈ എന്താ പറയുക പ്രശസ്ത കവയിത്രിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ എഴുതാം. അതിനുശേഷം എന്തെഴുതാം? പിന്നെ അത് മാത്രമല്ല, ഇവരാരായിരുന്നു? ഒരു മുജാഹിദെ ആസാദി കൂടിയായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് അതും കൂടി എഴുതാം. ഏ ഹിന്ദുസ്ഥാൻ കെ ഏക് മുജാഹിദെ ആസാദി ബീത്തെ. പിന്നെയോ ഇനി ബുൾബുലെ ഹിന്ദ് അല്ലേ, ബുൾബുലെ ഹിന്ദ് എന്നുള്ളത് ഇവരുടെ വിളിപ്പേരാണ്. അപ്പോൾ എന്തെഴുതാം? ഇനേംകോ അല്ലെങ്കിൽ സരോജിനി നായിഡുക്കോ നമുക്കിവിടെ എഴുതാം കേട്ടോ. സരോജിനി നായിഡുക്കോ അല്ലെങ്കിൽ സരോജിനി നായിഡു बुलबुले हिंद के नाम से മഷഹൂർ ഹേ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സരോജിനി നായിഡുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വേറെ പ്രശസ്ത വ്യക്തിത്വങ്ങളെക്കുറിച്ചുമൊക്കെ എഴുതി നോക്കുക. ഓക്കെ, ഇനി അടുത്ത വർക്ക് നോക്കാം. ഇനി മൂന്നാമത്തെ സർഗർമി അല്ലെങ്കിൽ അടുത്ത പ്രവർത്തനം ഏതാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ആരൊക്കെയുള്ളത് ഇവിടെ? രണ്ട് ബക്കര അല്ലേ, രണ്ട് കൊമ്പക്കുള്ള ആടാണ് അല്ലേ. അപ്പോൾ രണ്ട് ബക്കരകളുണ്ട് ഇവിടെ. പിന്നെയോ അവരെന്ത് ചെയ്യാൻ നിൽക്കുവാണ്? ഒരു പാലത്തിന് അപ്പുറത്തും ഇപ്പുറത്തുമായി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ചിത്രത്തിൽ ഇതാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ? രണ്ടുപേരും കൂടെ നടന്ന് പാലത്തിൻ്റെ നടുവിൽ അല്ലേ മധ്യഭാഗത്ത് എത്തിയിരിക്കുന്നു. പിന്നെ ഒന്നൊന്നിൻ്റെ മേലെ കിടന്നിട്ട് അല്ലേ, ഒരു ആട് പാലത്തിൻ്റെ മേലെ കിടക്കുന്നു, അടുത്ത ആട് അതിൻ്റെ മേലെ ചവിട്ടി കയറിയിട്ട് എന്ത് ചെയ്യുകയാണ്? പാലത്തിൻ്റെ ഇപ്പുറത്തേക്ക് കിടക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതെന്താണ് സംഭവം? അതെ, ഇതൊരു കഹാനിയാണ്. അപ്പോൾ നിങ്ങളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കണത് നോക്കാം അല്ലേ. നമുക്ക് നോക്കൂ എന്താ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ബച്ചോ नीचे की तस्वीरें और से देखे और सवालों की रोशनी में कहानी तैयार करे. എന്താ പറഞ്ഞത്? കുട്ടികളെ താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, എന്നിട്ട് ചോദ്യങ്ങളുടെ വെളിച്ചത്താൽ അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ സഹായത്താൽ കഥ തയ്യാറാക്കൂന്ന്. അപ്പോൾ നമ്മൾ ഉറുദുവിൽ ഇതിൻ്റെ കഥ എഴുതണം. ഭയങ്കര കഷ്ടമാണല്ലേ ഉറുദുവിൽ കഥ എഴുതുക എന്ന് പറയുന്ന സമയത്ത്.
പേടിക്കേണ്ട. പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള കുറച്ച് അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന കുറേ കാര്യങ്ങൾ അവർ തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്? കുറേ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ കഥയാവും. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം അല്ലേ. ഏക് ദിൻ ദോ ബക്കരെ ആംനെ സാംനെ കഹാ പഹുഞ്ചേ. എന്താ പറഞ്ഞത്? ഒരു ദിവസം രണ്ടാടുകൾ മുഖാമുഖം അല്ലെങ്കിൽ ആംനെ സാംനെ, കണ്ടോ, നേരെ നേരെ എവിടെയാണ് എത്തിയത്? ഒരു പാലത്തിനടുത്ത് അല്ലേ? ഒരു പാലത്തിനടുത്താണ് എത്തിയത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം, ഏക് ദിൻ ദോ ബക്കരെ ആംനെ സാംനെ. ഈ കഹാ മാറ്റിയിട്ട് എന്ത് ചെയ്യും? ഏക് പുൽ അല്ലേ? ആംനെ സാംനെ ഏക് പുൽ കെ പാസ് പഹുഞ്ചെ. ഏക് പുൽ കെ പാസ് അല്ലെങ്കിൽ നദി കെ പാസ് പഹുഞ്ചെ എന്ന് എഴുതാം. നദിയുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു പാലത്തിൻ്റെ അടുത്തെത്തി. അടുത്തത് ദോനോ ബക്കരെ ക്യാ ചാഹത്തെ തേ. രണ്ടുപേരും എന്താണ് ആലോചിക്കുന്നത് അല്ലെങ്കിൽ രണ്ടുപേരും എന്താഗ്രഹിച്ചാണ് ഇവിടെ വന്നത്? രണ്ടുപേരും എന്തിനാ വന്നേ? ദോനോ ബക്കരെ നദി പാർ കർനെ ചാഹത്തെ തേ അല്ലേ? ഇവരെന്തിനാണ് വന്നത്? നദി മുറിച്ചു കടക്കാനാണ് വന്നത് അല്ലേ? അതിനു വേണ്ടിയാണ് അവരെന്ത് ചെയ്തത്? പാലത്തിനടുത്തേക്ക് വന്നത്. ഇനി അടുത്തത് നോക്കാം. അടുത്ത ചിത്രത്തിൽ എന്താണ് ചോദ്യം? നോക്കൂ, ദോനോ ബക്കരെ അബ് കഹാ പഹുഞ്ച് ഗയേ. എന്താണ് പറയുന്നത്? രണ്ട് ആടുകളും ഇപ്പോൾ എവിടെ എത്തിയെന്ന്. അപ്പോൾ എവിടെ എത്തിയത്? ദോനോ ബക്കരെ ചലത്തെ ചലത്തെ പുൽക്കെ ബീച്ച് മേ പഹുഞ്ച് ഗയേ അല്ലേ? രണ്ടുപേരും എന്ത് ചെയ്തു? നടന്ന് പാലത്തിൻ്റെ മധ്യഭാഗത്ത് എത്തി. ദോനോ ബക്കരേനെ ക്യാ ക്യാ സോച്ചാ ഹോഗ. രണ്ടുപേരും എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? ഇവൻ വേണമെന്നുണ്ടെങ്കിൽ ഇയാൾ വിചാരിച്ചിട്ടുണ്ടാവും, ഇവൻ വേണമെങ്കിൽ ബാക്കിലേക്ക് പോയിക്കോട്ടെ അല്ലേ, ഞാൻ എന്തായാലും ഇവിടെ നനങ്ങില്ല. തിരിച്ചും ഇതുപോലെ തന്നെ ആയിരിക്കും ഇവനും ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷെ അപ്പോൾ രണ്ടുപേരും എന്ത് ചെയ്തിട്ടുണ്ടാവും? രണ്ടുപേരും മാറിക്കൊടുത്തില്ല അല്ലേ? രണ്ടുപേരും അങ്ങനെ നോക്കി നിന്നു. അവൻ മാറട്ടെ ഇവൻ മാറട്ടെ എന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ടാവും അല്ലേ? അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അവസാനം നോക്കൂ, ആഹിർ ഏക് ബക്കരേനെ ക്യാ കിയ. അപ്പോൾ അവസാനം ഒരു ആട് എന്താണ് ചെയ്തത്? അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ നിന്നു, ഞാൻ മാറില്ല നീ മാറില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നു അല്ലേ? അപ്പോൾ അവസാനം ഒരാട് എന്ത് ചെയ്തു? ബുദ്ധിപൂർവം ഒരു കാര്യം ചെയ്തു അല്ലേ? എന്താ ചെയ്തത്? ഒരാട് അവിടെ ആ പാലത്തിൻ്റെ മുകളിലിങ്ങനെ കിടന്നു. അപ്പോൾ അടുത്ത ആട് എന്ത് ചെയ്തു? ദൂസര ബക്കരെ കൈസേ നദിക്ക് ഉസ് പാർ പഹുഞ്ചേ. അപ്പോൾ അടുത്ത ആട് എന്ത് ചെയ്തു? ആ ആടിൻ്റെ അല്ലേ, പാലത്തിൻ്റെ മുകളിൽ കിടന്ന ആടിൻ്റെ മുകളിലൂടെ ചവിട്ടി കയറിയിട്ട് ഇപ്പുറം കടന്നു. അപ്പം അങ്ങനെ അവരെന്ത് ചെയ്തു? അവിടെ ഒരു കലഹമൊക്കെ ഒഴിവാക്കി നദി ബുദ്ധിപൂർവം കടന്നു. രണ്ടുപേരും അല്ലേ ആ അവസരം നല്ല രീതിയിൽ വിനിയോഗിച്ചു. അപ്പോൾ ഈ കഥ നമുക്ക് ഇനി ഇവിടെ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ കഥ പൂർത്തിയാക്കിയിരിക്കുന്നത് നോക്കൂ. ഏക് ദിൻ ദോ ബക്കരെ ആംനെ സാംനെ ഏക് പുൽ കെ പാസ് പഹുഞ്ചേ. ഒരു ദിവസം രണ്ടാടുകൾ മുഖാമുഖം ഒരു പാലത്തിനടുത്ത് എത്തി. ദോനോ ബക്കരെ നദി പാർ കർനെ ചാഹത്തെ തേ. രണ്ടാടുകളും നദി മുറിച്ചു കടക്കാൻ ആഗ്രഹിച്ചിരുന്നു. ദോനോ ചലത്തെ ചലത്തെ പുൽക്കെ ബേച്ച് മേ. പുൽക്കെ ബേച്ച് എന്നാണ് കേട്ടോ, അവിടെ ഒരു യാ ആണ്, എന്നിട്ടാണ് ചീമ, ബേച്ച് മേ പഹുഞ്ച് ഗയേ. രണ്ടുപേരും നടന്ന് പാലത്തിൻ്റെ സെൻറ്ററിൽ എത്തിയിട്ടോ. അബ് ദോനോ ബക്കരെ യേ സോച്ചാ കെ ക്യാ കരൂ അല്ലേ? അവിടെ എത്തിയതിന് ശേഷമാണ് അവർ ചിന്തിച്ചത്, എന്ത് ചെയ്തു? ഇനി എന്ത് ചെയ്യും അല്ലേ? പുൽ കൈസേ പാർ കരും. എങ്ങനെയാണിനി പാലം കടക്കുക? കുച്ച് ദേർ കെ സോച്ച് കെ ബാദ് ഏക് ബക്കര പുൽ പർ ലേറ്റ് ഗയ. കുറച്ച് നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഒരു ആട് എന്ത് ചെയ്തു? പാലത്തിൽ കിടന്നു. ഉസ് വക്ത് ദൂസര ബക്കര കേട്ടോ, ദൂസര ബക്കര ഉസ്കെ പേട്ട് പർ ചഡ് ഗയ. എന്ത് ചെയ്തു? രണ്ടാമത്തെ ആട് ആ ആടിൻ്റെ അല്ലേ, കിടന്ന ആടില്ലേ, ആ പാലത്തിൽ കിടന്ന ആടിൻ്റെ പുറത്ത് ചവിട്ടിയിട്ട് ഔർ നദി കെ ഉസ് പാർ പഹുഞ്ചുകെ. അതിൻ്റെ മുകളിൽ കയറി എന്നിട്ട് എന്ത് ചെയ്തു? നദിയുടെ മറുഭാഗത്ത് എത്തി. അപ്പോൾ ഇതാണ് കഥ. നോക്കൂ അടുത്ത ചോദ്യം. ബച്ചോ കഹാനി പാർ കരെ ആപ്നെ പഠി ഹേ നാ. आपका भी नन्नू के जैसे कोई दोस्त होगा.
ആപ് ഉസ്കി മദത് കൈസേ കരേങ്കെ. എന്താണ് ചോദിച്ചിരിക്കുന്നത്? കുട്ടികളെ, പാർക്കരേം എന്നുള്ള കഥ നിങ്ങൾ വായിച്ചില്ലേ? നിങ്ങൾക്കും നന്നുവിനെ പോലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരനുണ്ടാവും. നിങ്ങൾ ആപ്പ് ഉസ്കി മദത് കൈസേ കരേങ്കി, നിങ്ങൾ എങ്ങനെയായിരിക്കും അങ്ങനെ ഒരു കൂട്ടുകാരൻ നിങ്ങൾക്കുണ്ടെങ്കിൽ സഹായിക്കുക? എങ്ങനെയായിരിക്കും സഹായിക്കുക? നിങ്ങൾ എന്തൊക്കെ സഹായങ്ങൾ അവന് അല്ലെങ്കിൽ അവൾക്ക് ചെയ്തു കൊടുക്കും? അപ്പോൾ നന്നുവിനെ പോലെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ കൂട്ടുകാർ നമുക്കുണ്ടെങ്കിൽ നമ്മൾ അവരെ എങ്ങനെയൊക്കെയാണ് സഹായിക്കുക? അപ്പോൾ നന്നു ഇതിൽ കഷ്ടിവാലയ്ക്ക് പൈസ കൊടുക്കാൻ ഇല്ലാതെയാണ് ബുദ്ധിമുട്ടിയത് അല്ലേ? അതല്ലാതെ പലതരത്തിലുള്ള വിഷമങ്ങളുള്ളവരുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ എങ്ങനെയാണ് സഹായിക്കുക? നിങ്ങൾ അറിയാത്തത് കൊണ്ടായിരിക്കും നമ്മളുടെ മുന്നിൽ ചിലപ്പോൾ ചിരിച്ചു കളിക്കുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ അവരുടെ ആ ചിരിക്ക് പുറകിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടാവും. ചിലരൊക്കെ ഞാനൊക്കെ ശരിക്കും സ്കൂളുകളിൽ ഭക്ഷണം വിളമ്പുന്ന സമയത്തൊക്കെ എനിക്കറിയാൻ കഴിയും, ചില കുട്ടികൾക്ക് ഭക്ഷണം പോലും ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട്. ആ ഭക്ഷണം കാണുമ്പോൾ ആ കുട്ടികളുടെ മുഖത്ത് വിരിയുന്ന ഒരു ചിരിയുണ്ട്. ആ ചിരി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ കുട്ടികൾ ആ ഭക്ഷണത്തിന് വേണ്ടി എത്രത്തോളം കൊതിക്കുന്നുണ്ട് എന്നുള്ളത്. മിക്കവാറും കുട്ടികൾ ചിലപ്പോൾ സ്കൂളിലെ ഭക്ഷണം കളയാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ആ കുട്ടികൾ നമ്മൾ കൊടുക്കുന്ന ചോറ് മുഴുവൻ കഴിച്ചു കഴിഞ്ഞ് വീണ്ടും വന്ന് വാങ്ങുന്നവരുണ്ട്. അപ്പോൾ ശരിക്കും നമുക്കറിയാം അവരുടെ വീട്ടിൽ വിഷമമുള്ളതാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളുണ്ടാകും ഭക്ഷണത്തിന് വേണ്ടി, അതുപോലെ തന്നെ വസ്ത്രം, അതുപോലെ വീട്ടുകളിൽ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ടാകും. അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ ആയിരിക്കും രോഗം, അതല്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് പലതരത്തിലുള്ള രോഗങ്ങളുണ്ടാകും. അങ്ങനെയൊക്കെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ആദ്യം ശരിക്കും സഹായിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ആദ്യം അവരെ നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കണം. നമ്മളെപ്പോഴും ആദ്യം എന്താ ചെയ്യേണ്ടത്? അവരെ നമ്മളുടെ കൂടെ ചേർത്ത് പിടിക്കണം. അഥവാ ഒരു അസുഖമുള്ള കുട്ടി, അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, അങ്ങനെ പലതരത്തിലുള്ളതുണ്ടാവില്ലേ? ചിലപ്പോൾ ചിലവരുടെ അച്ഛനോ അമ്മയോ ഒക്കെ ചിലവരൊക്കെ ജയിലിലുള്ളവരുണ്ടാവാം ഇല്ലേ? അങ്ങനെയൊക്കെ ഒരുപാട് കുട്ടികളുണ്ടാവും. ചില അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയവരുണ്ടാവാം, അല്ലെങ്കിൽ അവരൊക്കെ അസുഖബാധിതരായിട്ടോ നാട് വിട്ടു പോയവർ, അങ്ങനെയൊക്കെ പല ഇതുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം അവരെ ചെയ്യേണ്ടത് നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കണം. ഓക്കെ, എങ്ങനെയാണ് ചേർത്ത് പിടിക്കുക? അവരെ സ്നേഹിക്കണം, അവരോട് കരുണ ചെയ്യണം, അവരെ സമാധാനിപ്പിക്കണം. മനസ്സിലായോ? പിന്നെ കഴിയുന്ന തരത്തിൽ നമ്മുടെ വീട്ടുകാരോടോ, അതുപോലെ തന്നെ അധ്യാപകർക്കറിയും എങ്കിലും നമ്മുടെ വീട്ടുകാരോടും ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് അവർക്ക് വേണ്ട അത്യാവശ്യമായ കാര്യങ്ങൾ നമ്മളാൽ ആകുന്ന വിധം നമ്മൾ ചെയ്തു കൊടുക്കുക. അവരെ പഠനത്തിൽ സഹായിക്കുക, അവർക്ക് എപ്പോഴും ഒരു പ്രചോദനം നൽകുന്ന വാക്കുകൾ സംസാരിക്കുക, അവരെ വിഷമിപ്പിക്കാതിരിക്കുക. ഓക്കെ, ചിലവരൊക്കെ കളിയാക്കും അല്ലേ ചിലവരുടെ കഷ്ടപ്പാടുകളൊക്കെ അറിഞ്ഞിട്ട്. അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും ചെയ്യാനേ പാടില്ല. അപ്പോൾ നമുക്കതൊന്ന് ഉറുദുവിൽ ഇതെല്ലാം എഴുതുന്നില്ല, ഒരു 2-3 ജുംലകൾ മാത്രം നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം എഴുതുന്നത്? നന്നു ജൈസെ ദോസ്തോं से हम प्यार और रहम करना है. റഹം കർനാ ഹെ കേട്ടോ. അങ്ങനെയുള്ളവരോട് നമ്മൾ എന്ത് ചെയ്യണം? നന്നുവിനെ പോലെയുള്ള കൂട്ടുകാരോട് നമ്മൾ സ്നേഹവും കരുണയും ഒക്കെ കാണിക്കണം. ഉനോം സേ അച്ചി സലൂക്ക് കർനാ ഹെ. അവരോട് നന്നായി പെരുമാറണം. ഉനോം കോ ഗർവാലോം ഓർ ദോസ്തോം കി മദദ് സേ ജരൂറത്തി ചീസേൻ ദേക്കർ മദദ് കർനാ ഹെ. അവർക്ക് വീട്ടുകാരുടെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായത്താൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ നൽകി സഹായിക്കണം. ഓക്കെ മക്കളെ, ഇനി അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് ദീഗർ സർഗർമിയാണ്, അഥവാ തുടർ പ്രവർത്തനം അല്ലേ? നോക്കൂ, ബച്ചോ ലാൽ ബഹാദുർ ശാസ്ത്രി की कहानी आपने पढ़ी है ना? गोशा मुतालिया की मदद से इसी तरह की कहानियाँ जमा करे और क्लास में पेश करे. എന്താണ് ഇതിലെ പ്രവർത്തനം?
ലാൽ ബഹാദൂർ ശാസ്ത്രിയെക്കുറിച്ചുള്ള കഥ നിങ്ങൾ പഠിച്ചല്ലോ അല്ലേ? ഇതേപോലെ നിങ്ങളുടെ സ്കൂളുകളിൽ സ്റ്റഡി കോർണറൊക്കെ ഉണ്ടാവും അല്ലേ? അതിൽ നമുക്ക് കൂടുതൽ വായിക്കാനുള്ള ഒരുപാട് സാധ്യതകൾ അവിടെ ഉണ്ടാവും. അവിടെ നിന്ന് എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള കഥകളൊക്കെ ശേഖരിച്ചിട്ട് ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിക്കണം. അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു പ്രവർത്തനം തന്നിരിക്കുന്നത്? അതിൻ്റെ ലക്ഷ്യം എന്താണ്? അതെ, ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആ ഒരു ആശയമുണ്ട് അല്ലേ? അല്ലെങ്കിൽ അവരുടെ കഥയിലൂടെ നമ്മുടെ മുന്നിലേക്ക് ഇവർ എറിഞ്ഞു തന്നിട്ടുള്ള ഒരു ആശയമുണ്ട്. എന്തായിരുന്നു അത്? ഏത് കഷ്ടപ്പാടിലും നമ്മുടെ ലക്ഷ്യം നമ്മൾ എന്ത് ചെയ്യരുത്? കൈവിടരുത്. അത് നേടിയെടുക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം. നമുക്കറിയാലോ, ലാൽ ബഹാദൂർ ശാസ്ത്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോവാതെ മിണ്ടാതിരിക്കാമായിരുന്നു അല്ലേ? ആരും ഒന്നും പറയില്ല. കാരണം വീട്ടുകാരും പറയില്ല അല്ലേ? കാരണം എന്താ? അറിയാം, നദി ഇങ്ങനെ ഒഴുകാണ്, അതെങ്ങനെയാണ് പൈസ കൊടുക്കാതെ, അല്ലെങ്കിൽ തോണിക്കാരന് പൈസ കൊടുക്കാനില്ല, എങ്ങനെ സ്കൂളിൽ പോകും അല്ലേ? അപ്പോൾ അത്രയും ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിക്കുന്ന സമയത്ത് ഒരിക്കലും വീട്ടുകാരവരെ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കില്ല അല്ലേ? പക്ഷെ നമ്മുടെ ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ മുന്നിൽ എന്തുണ്ട്? അവർക്കൊരു നിശ്ചയദാർഢ്യമുണ്ട് അല്ലേ? അവർക്ക് പഠനത്തോടുള്ള അടങ്ങാത്ത ആവേശമുണ്ട്. അതാണ് ആ നദി ഇങ്ങനെ കുത്തിയൊലിക്കുന്ന സമയത്ത് പോലും നീന്തിക്കടക്കാനായിട്ട് നമ്മുടെ ലാൽ ബഹാദൂർ ശാസ്ത്രിയെ പ്രേരിപ്പിച്ചത്. അതുപോലെ തന്നെ നമ്മൾ പാഠത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മുടെ മിസൈൽ മാനായിട്ടുള്ള APJ അബ്ദുൽ കലാമിനെ കുറിച്ചൊക്കെ ഇല്ലേ? അവർക്കും ആ പഠനത്തോടുള്ള അറിവ് നേടാനുള്ള ആ ഒരു എന്താ പറയുക, അടങ്ങാത്ത ആഗ്രഹം, അതെല്ലാം അവരുടെ ജീവിതത്തിൽ നമ്മൾക്ക് പ്രകടമായി കാണാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങളും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങളും നിങ്ങളുടെ പേര് ഈ എന്താ പറയുക, നമ്മുടെ നമ്മൾ പറയുന്നുണ്ടല്ലോ അല്ലേ, ഇപ്പോൾ മിസൈൽ മാൻ APJ അബ്ദുൽ കലാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലാൽ ബഹാദൂർ ശാസ്ത്രിയെക്കുറിച്ച് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ പേരുകളും സ്വർണ്ണലിപികളാൽ ഇവിടെ രേഖപ്പെടുത്തുവാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തണം. ഓക്കെ, അപ്പം അതിനാണ് ആ പ്രവർത്തനം നമ്മളെ സഹായിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ഖുദാ ഹാഫിസ്.